ഇന്ന് നിങ്ങളൊന്നും ഇതുവരെ ചെയ്ത് നോക്കാത്ത ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ശർക്കര പാവ് കാച്ചുന്നത്. നമുക്കൊരു പണിയുണ്ട്. ഇത് പാവ് കാച്ചി കഴിഞ്ഞിട്ട് മാങ്ങ എല്ലാം തോല് കളഞ്ഞത് കണ്ടു. ഇതൊരു കുക്കറിലിട്ട് അതിലേക്ക് അങ്ങോട്ട് അരിച്ചൊഴിക്കുക. ആ ശർക്കര വെള്ളം, ശർക്കരപ്പാനി അരിക്കണത്. അതിൽ വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അരിച്ചൊഴിക്കണത്. അരിച്ചൊഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് കണ്ടു. അത്യാവശ്യത്തിന് വെള്ളം വേണം. അത് കാരണം അതിൽ എല്ലാം പിടിക്കണ്ടേ. ഒരു വിസിലടിക്കണ വരെ വയ്ക്കുക. ഒറ്റ വിസിലേ വേണ്ട, കൂടുതലായി അത് വെന്ത് കുഴഞ്ഞു പോയി. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഉണ്ട്, അടിപൊളിയായിട്ട് വെന്തുണ്ട്. ഇനി നമുക്ക് ആ വെള്ളമൊക്കെ ഇതിൽ പിടിക്കണം. ഈ മാങ്ങയിൽ അത് ഇതിലിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ഉരുളിയിലേക്ക് മാറ്റുക. ഇനിയാണ് നമ്മുടെ പണി കിടക്കുന്നത്. അടിപൊളി. ഇത് ഇളക്കി വറ്റിക്കണം. മാങ്ങ നല്ലതുപോലെ ശർക്കരയായിട്ട് അങ്ങോട്ട് കൂട്ടി യോജിക്കണത്. കുറച്ച് ജീരകപ്പൊടിയാണ് ഇത് കേട്ടോ. ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അതാണ് എടുത്തിട്ടിരിക്കുന്നത്. അത് മാത്രം വേണ്ടോ. പിന്നെ കുറച്ച് നെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കാര്യം കഴിഞ്ഞു. ഇത് നമ്മൾ ഇളക്കി യോജിപ്പിച്ചാൽ മതി. വറ്റി വരാൻ കുറച്ച് കുറച്ച് അത് അടി പിടിക്കാണ്ട് നോക്കണം. അത് ഇളക്കിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിക്കണം. അങ്ങോട്ട് കുറുകി വന്നു തുടങ്ങിയത് നമ്മുടെ കയ്യിലൊട്ടുന്ന പരുവല്ലേ. ആ പരുവാകുമ്പോഴാണ് അത് നിർത്തേണ്ടത്. ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് വീണ്ടും ഇളക്കുക. ചക്ക വരട്ടില്ലേ, ചക്ക വരട്ടണമെങ്കിൽ പൊട്ടിത്തെറിക്കില്ല എന്ന് മാത്രം. അതേപോലെ തന്നെ ഏകദേശം ഒരു 6 മാസം വരെയൊക്കെ ഇത് പുറത്തിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. പുറത്തിരിക്കും. ഇത് കേടുവരില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലതാണ് കൊടുക്കാം. മാങ്ങയില്ലാത്ത കാലത്ത് കഴിക്കാം. അതല്ല മാങ്ങ തന്നെ തിന്നാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ കഴിക്കാം. എന്നാലും അടിപൊളി ടേസ്റ്റാണ്. കൂട്ടാൻ വെക്കണമെങ്കിൽ എടുത്ത് വയ്ക്കാം. പുളിശ്ശേരി ഉണ്ടാക്കുകയല്ലേ നമ്മൾ, അതിന് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് ആരോ പുളിശ്ശേരി ഉണ്ടാക്കുക തന്നെ കഴിക്കും. അതാണ് അതിന് ടേസ്റ്റ്. ആ പുളിയും മധുരവും ഒക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് അതിൽ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് വെള്ളമൊക്കെ വറ്റി തുടങ്ങി കുറേശ്ശെ. നമുക്ക് വെള്ളം വറ്റിയിട്ടുണ്ട്, നല്ലതുപോലെ വറ്റി തുടങ്ങി. നമുക്ക് തീ ഓഫ് ചെയ്തിടാം. കാരണം അത് ഇനി ഇരുന്നാൽ വറ്റിക്കോളൂ വെള്ളം. ഇത് നമുക്ക് സാധാരണ എടുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. വായിൽ വെള്ളം വരും എന്ന് പറയില്ല. ഉപ്പില്ല, പുളിയും മധുരവും ഒക്കെ കൂടിയിട്ട് അടിപൊളി ടേസ്റ്റാണേനും. പിന്നെ മാങ്ങ കേടുവരാതെ ഇരിക്കുകയും ചെയ്യും കുറേ കാലം. നമുക്കിത് മാങ്ങയില്ലാത്ത സമയത്ത് എടുത്ത് കഴിക്കാമല്ലോ. എത്ര വിഭവങ്ങളാണ് മാങ്ങ കൊണ്ടുണ്ടാക്കണം അല്ലേ. ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യണേ. മാംഗോ ചക്ക വരട്ടി. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.